ഞാനിതാ കുറച്ച് ചതുരപ്പയറാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ കാണലില്ല കേട്ടോ. കുറേ മുമ്പൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ നല്ല ഒരു നീളത്തിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണും നല്ലൊരു ഭംഗിയുള്ളൊരു ഷേപ്പിലൊക്കെയാണ്. അപ്പോൾ നമ്മളിത് വെച്ചിട്ടൊരു ഈസി റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സൈഡിലുള്ള 2 ഭാഗം നമ്മൾ ഈ പയറിനൊക്കെ കളയുന്ന പോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നടുക്കൊന്നിങ്ങനെ കീറിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല ഇങ്ങനെ വിത്ത് പോലെയൊക്കെ കാണാം. അപ്പോൾ ഞാനിത് അല്ലാതെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടില്ലേ, കറക്റ്റ് നല്ലൊരു ഫ്ലവർ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരിയതായിട്ട് കുറേ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. കയ്യിലൊക്കെ എടുത്ത് നല്ല ഫ്ലവർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈസി ആയിട്ടുള്ളൊരു തോരനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ 2 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ചതുരപ്പയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്നിങ്ങനെ ഒരു മീഡിയത്തിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അങ്ങ് വേവൊന്നുമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 രീതിയിൽ തോരൻ വെക്കാറുണ്ട്. തേങ്ങ ഇങ്ങനെ പച്ച തേങ്ങ ചേർത്ത് ഉള്ളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചേർക്കാറുണ്ട്. ഇതുപോലെ ഇങ്ങനെ തേങ്ങ ജസ്റ്റ് ഒതുക്കിയിട്ട് ചെയ്യാറുണ്ട്. രണ്ടും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കയ്പ്പയും അതുപോലെ മുരിങ്ങക്കായൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന രീതിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് മിക്സിയുടെ ജാറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചതുരപ്പയറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തേങ്ങയുടെ കളറും മാറും, അതുപോലെ തന്നെ ഒരു വെജിറ്റബിളിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണ്ട, ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ കടിക്കുന്ന രീതിയിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല എന്നിട്ട് ആ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പം ആ ഒരു ചൂട് തന്നെ നന്നായിട്ടൊന്ന് കുക്കായിക്കോളൂ കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ചതുരപ്പയറിൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ തേങ്ങ ഒതുക്കിയിട്ടും അല്ലാതെ പച്ച തേങ്ങ ഇട്ടിട്ടും തോരൻ വെക്കാറുണ്ട്. അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചതുരപ്പയറുണ്ടോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്.